രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി ദേ പല്ലും തേച്ച് ദേ ഫുഡും കഴിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് പോയി. എങ്ങോട്ടാന്നല്ലേ വയ്യേറ്റ് വരെ പോവാണ് വെഞ്ഞാറമൂടിനടുത്ത്. അവിടെ പെർഫെക്റ്റ് അക്കാഡമിയിൽ ഞാൻ SSCയുടെയും RRBയുടെയും ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി PSCയുടെ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒരു മാസം അടുപ്പിച്ചായി ഞാൻ അവിടെ പോകാൻ തുടങ്ങിയത്. ഇത് തലയ്ക്ക് മേലെ കാണുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ജംഗ്ഷനിൽ വന്ന് കടയിൽ കയറി ഒരു ജ്യൂസും കുടിച്ച് വീട്ടിലത്തേക്ക് എടുത്ത് തണ്ണിമത്തനും മേടിച്ചു. ഒരു തണ്ണിമത്തൻ തരാനേ ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ 4.5 കിലോ ഉള്ള ഒരു മുതുക്ക് തണ്ണിമത്തൻ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. പിന്നെ അതും തൂക്കി തൂക്കി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കൈയൊക്കെ ഒരു പടുതിയായി. എന്ത് പറയാനാന്നേ, ഇപ്പോഴത്തെ വെയിലത്താണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും നോക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ മുഖത്ത് വലുതായിട്ടൊന്നും ഇടാറുമില്ല. വിയർത്ത് കുളിച്ചാണ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറാൻ ഉമ്മച്ചി ഒരു ജ്യൂസ് തന്നു. പിന്നെ ജ്യൂസും വലിച്ചു കുടിച്ചിട്ട് നേരെ പോയി കുളിച്ചിറങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. വാപ്പമ്മ എനിക്ക് വേണ്ടി കുറച്ച് ഇരുമ്പംപുളി പുളിഞ്ചിക്ക എന്നൊക്കെ പറയുന്ന സാധനം കൊണ്ട് തന്നിരുന്നു. അതിന് കുറച്ച് മുറിച്ചെടുത്ത് കുറേ ഉപ്പും വാരിയിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. ഉണക്കി അച്ചാറിടാം, അല്ലെങ്കിൽ നുള്ളിപ്പറക്കി തിന്നാമല്ലോ, നല്ല ടേസ്റ്റാണ്. അതൊന്ന് ഒരെണ്ണെടുത്ത് കടിച്ച് നോക്കിയപ്പോഴേ ഞാൻ എന്തൊക്കെയൊക്കെയോ കിളിപാറി. വല്ലാത്തൊരു എന്തോ പുളിയായിരുന്നു. പക്ഷെ ഉണക്കി കഴിക്കുമ്പോൾ ഈ പുളിപ്പൊന്നും കാണത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു കവറൊക്കെ കീറി വെച്ച് കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് ഉണക്കാമെന്നൊക്കെ വിചാരിച്ച് വെച്ചതും മഴ ചാറാൻ തുടങ്ങി. എന്താ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ ഈ മഴ സമ്മതിക്കില്ല. പിന്നെ അതിനൊക്കെ വാരിപ്പറക്കി വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ പോയി ചോറ് കഴിച്ചിട്ട് ഇന്നത്തെ ചോറിന് കറിയൊക്കെ ഇതൊക്കെയായിരുന്നു. സാധാരണ വെജിറ്റബിൾ കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പപ്പയ്ക്ക ഉണ്ടായിരുന്നു. പപ്പയ്ക്ക തേങ്ങാപ്പാൽ വീത്തിയാണ് ഞാൻ ജ്യൂസ് അടിച്ചത്, പാലില്ലായിരുന്നു. പിന്നെ അതും കുടിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ടാറ്റാ ബൈ ബൈ, സീ യു.